യാത്ര കഴിഞ്ഞ് നിൽക്കണതിൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ്റെ അമ്മൻ്റെ അമ്മാമ്മയുടെ ഒക്കെ കെട്ടുനിറയായിരുന്നു ഇന്ന്. അപ്പോൾ അതേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ അവിടെ കെട്ടുനിറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും അച്ഛനും അമ്മയും അമ്മാമ്മയും ഇവരെല്ലാവരും കൂടി ഒപ്പമായിട്ട് പോകുന്നുണ്ടായിരുന്നു ശബരിമലയ്ക്ക്. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ കെട്ടുനിറ നെയ്നാളികേരം നിറച്ച് കൊടുത്തയക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ കെട്ടിലായിരുന്നു നെയ്നാളികേരം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കെട്ടിലും പൊന്നമ്പളിയുടെ കെട്ടിലും എനിക്ക് കൊടുത്തയക്കാൻ പറ്റില്ലായിരുന്നു. പൊന്നമ്പളിയുടെ കെട്ട് ഭാരം കൂടുന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഭാര്യയുടെ നാളികേരും നാണിയൊന്നും പറ്റില്ല, അത് കാരണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കെട്ട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോള് വേഗം പോയി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. അത് ഇത്ര കുഞ്ഞിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയൊരു സൂപ്പർ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ 4 മണിക്കായിരുന്നു കേട്ടോ കെട്ടുനിറ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഇതേ അവിടെ നിന്ന് പോന്നിട്ട് പട്ടിക്കാട് എത്തിയപ്പോൾ പൂക്കടയിൽ കയറിയിട്ട് പൂജയ്ക്കുള്ള മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്തിരി മാപ്പിള ഓറഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ കയറിയപ്പോൾ സ്വീറ്റ് കോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ കാറിൽ അവർ ശബരിമലയ്ക്ക് പോകുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ എറവക്കാട് കടയിൽ നമ്മൾ ഉഴുന്നുവട പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നല്ല ചൂടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലെത്തി വേഗം വന്ന് കുളിച്ച് ഇതേ പൂജയ്ക്കുള്ള വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളക്ക് കൊളുത്തലൊക്കെ കഴിഞ്ഞ് പാറയൊക്കെ നിറച്ച് അങ്ങനെ ഇതേ കെട്ടുനിറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊന്നമ്പളി ശരണം വിളിക്കണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ശരണം വിളിക്കാനൊന്നും മടിയുണ്ടായിരുന്നില്ല കേട്ടോ. അതേ കെട്ടുമ്പോൾ പൈസയൊക്കെ കൊണ്ടിട്ടു. പിന്നെ അവളുടെ കെട്ടിൽ വെക്കാൻ വേണ്ടി നാളികേരത്തിൽ നെയ്യ് നിറക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് കെട്ടൊക്കെ ഏട്ടൻ്റെ കെട്ടിലും അതേപോലെയൊക്കെ നാളികേരം നിറച്ച് നാളികേരമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഒരു കെട്ട് ഇതേ പുറത്ത് എല്ലാവരുടെയും കൂടെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. എന്നിട്ട് എല്ലാവർക്കും പിന്നെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അനിയത്തിയും ഭർത്താവും കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വിളക്ക് കൊളുത്തണ കാരണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും കുളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കാർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നമ്പളി 12 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 12 മണി കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 12:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ വണ്ടീനെ ആരതിയൊക്കെ ഒഴിഞ്ഞു. ഇതേ അമ്മ ഏട്ടന് കെട്ടൊക്കെ കുഴേറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദേ ഈ കല്ലിനെ 3 വട്ടം ചുറ്റിയിട്ട് നാളികേരം എറിഞ്ഞുടച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കെട്ടുകളേറ്റി നാളികേരം എറിഞ്ഞുടച്ചിട്ട് തിരിഞ്ഞു നോക്കാണ്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ പൊന്നമ്പളി കാറുമ്മ കയറിയപ്പോൾ വിളിച്ചപ്പോൾ ഒന്ന് എണിച്ചിട്ട് എന്നിട്ട് ടാറ്റ തന്നു കേട്ടോ. നല്ല ഉറക്കം വന്ന സമയമായിരുന്നു കേട്ടോ അവൾക്ക്. അങ്ങനെ 41 ദിവസത്തെ വ്രതത്തിന് ശേഷം അവർ ശബരിമലയ്ക്ക് യാത്രയായിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂടെ. ടാറ്റാ.